എന്തുകൊണ്ട് ഈ സമയത്ത് ഈ പറഞ്ഞ ഈ ശ്രീരാമൻ അവതരിച്ചില്ല? പറ. എന്തുകൊണ്ട് ഇവരെ തോപ്പിക്കാൻ പറ്റിയില്ല? കാര്യം ഈ ശ്രീരാമനൊക്കെ വെറും കഥകളാണെന്നുള്ളതല്ലേ അതിൽ നിന്നും തെളിയുന്നത്. പറ. അതിന് ഏറ്റവും ഉദാഹരണം എന്താണ്? മുഹമ്മദ് ഗസ്നി എന്ന് പറഞ്ഞ ഒരാൾ. പിന്നെ നിങ്ങൾക്ക് ചരിത്രം വായിച്ചു നോക്കും. അയാളൊരു ടർക്കി സുൽത്താനാണ്. കാര്യം നമ്മളെ ഇങ്ങോട്ട് എന്താണ് മുഹമ്മദ് നബി അവരെ ഈ അറബികളെ കൺവേർട്ട് ചെയ്തതിന് ശേഷം ഉണ്ടായ ഡെവലപ്മെൻറ്റ് ഉണ്ടായ സംഗതിയാണ് ഈ പറഞ്ഞ തുർക്കികളും മുസ്ലിങ്ങളായി മാറി. ആ കൂട്ടത്തിൽ ഒന്നാണ് ഒരു മുഹമ്മദ് ഗസ്നി. ഗസ്നി എന്ന് പറയുമ്പോൾ ഇന്ത്യയെ 16 പ്രാവശ്യമോ 18 പ്രാവശ്യമായിട്ട് ആക്രമിച്ചു. എന്നിട്ടെന്താ, അദ്ദേഹം അവിടെ മുതൽ, അത് സിന്ധ് മുതൽ, നമ്മുടെ ഇപ്പോഴത്തെ പാകിസ്ഥാനിലുള്ള സിന്ധ് മുതൽ ഇവിടെ പഞ്ചാബ് വരെ ആക്രമിച്ച് കീഴടക്കി അവിടുത്തെ ഇതൊക്കെ അമ്പലങ്ങളൊക്കെ കൊള്ളയടിച്ച് സ്വർണ്ണമൊക്കെ അടിച്ച് മാറ്റി. ആ കൃത ഏതൊക്കെ അമ്പലമുള്ളത്? മധുര ആരുടെ അമ്പലം? ശ്രീകൃഷ്ണൻ്റെ. ഈ പറഞ്ഞത് ദ്വാരക ശ്രീകൃഷ്ണൻ്റെ അമ്പലം. അങ്ങനെയൊക്കെ അടിച്ച് പൊളിച്ചിട്ടിട്ട് നമ്മുടെ ഈ പറഞ്ഞ ശ്രീരാമനെ ഒന്ന് തന്ന് രക്ഷിക്കായിരുന്നില്ലേ? പറ. അടുത്ത് ഞാൻ ഈ ചരിത്രത്തിൽ എഴുതിയിട്ടുള്ളതാണ് ഈ പറഞ്ഞ രീതിയിൽ ദ്വാരക ആക്രമിച്ച സമയത്ത് അവിടുത്തെ ബ്രാഹ്മണർ ഇങ്ങനെ മലർന്നു നിന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞത് ഇതാണ് ശ്രീകൃഷ്ണ രക്ഷിക്കണേ, ഞങ്ങളെ ഇതിൽ നിന്ന് രക്ഷിക്കണമെന്ന്. ഒരു ചുക്കും സംഭവിച്ചില്ല. പക്ഷേ അത് നേരിട്ട് വരുമ്പോൾ അവർക്ക് പനി എങ്ങനെ പിടിപ്പിച്ച് കൊല്ലായിരുന്നില്ല. ആരാ? മുഹമ്മദ് ഗസ്നി. നേരിട്ട് പുള്ളിക്ക് വരാൻ പ്രയാസമാണെങ്കിൽ ഈ പറഞ്ഞത് ദൈവമല്ലേ, എന്തെങ്കിലും ഇത് കൊടുത്തിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുത്തിട്ട് അതില്ല 17 പ്രാവശ്യം 14 പ്രാവശ്യമായിട്ട് കറക്റ്റായിട്ട് ഞാൻ ഓർമ്മയില്ല. അത് ആക്രമിച്ച് കീഴടക്കി വേണ്ടക്ക് ഒരു ചുക്ക് സംഭവിച്ചില്ല. പറ. എന്നിട്ട് ആ ദൈവത്തിനാണ് ഇപ്പോഴും നമ്മൾ നോക്കിയിട്ടുള്ളത്. പറ. നിങ്ങളിത് ആലോചിച്ച് ഇത് പറഞ്ഞ അവരെല്ലാം ബ്രാഹ്മണരെ സംബന്ധിച്ച് അവരുടെ ജീവിത മാർഗമാണത്. പക്ഷെ നമ്മൾ SC/ST ഉപയോഗിക്കുന്ന അത് വേണം. പ്ലീസ് തിങ്ക്. അതിനുശേഷം എന്താ സംഭവിച്ചത്? മുഹമ്മദ് ഗോറി വന്നു. ഗോറി ആക്രമിച്ച് കീഴടക്കി ഇല്ലേ? അത് ഏതാണ് ഈ പറഞ്ഞ 1000 AD 1000 അടുത്തായപ്പോഴേക്കും ഈ പറഞ്ഞ മേലെ ഗോറി വന്നു. അതിനുശേഷം അവിടെ നോർത്ത് ഇന്ത്യ കബളിച്ച് പറഞ്ഞ ആരാണ്? സുൽത്താൻമാർ. ഏതൊക്കെയാണ്? ആദ്യം പറഞ്ഞ കുത്തബ് മീനാർ ഉണ്ടാക്കിയ കുത്ബുദ്ദീൻ ഐബക്ക്, ഖിൽജി, ഇത് ഗോറി അല്ല മറ്റേ ഇതായിട്ടുള്ള ആൾക്കാർ, ഇവരൊക്കെ വന്ന് ഇന്ത്യ ഭരിച്ചില്ലേ? സുൽത്താൻമാർക്ക് ശേഷം വന്നു മുഗളന്മാർ വന്നു. അവരും ആരാണ്? മുസ്ലിങ്ങളല്ലേ? ആ സമയത്ത് ഈ പറഞ്ഞാൽ ഈ മുഗളന്മാർ ബാബർ വന്ന് ആക്രമിച്ച ആ ശ്രീരാമൻ്റെ പ്രദേശം അടിച്ച് പൊളിച്ച് നമ്മുടെ ആർക്കിങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ അവസാനം ഇപ്പം എന്തുകൊണ്ട് ഈ പറഞ്ഞ ബാബർ പൊളിച്ച ആ മസ്ജിദ് ഇത് അമ്പലം ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഈ പറഞ്ഞാൽ 100-500 വർഷത്തിന് ശേഷം ഇങ്ങോട്ട് വരേണ്ടി വന്ന ആരാണ്? നരേന്ദ്രമോദി. ഇത് ആലോചിച്ചു. ഇപ്പം ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന സംഗതി എങ്ങനെ ഉണ്ടായത്? അവതാരം എന്നാണ് അദ്ദേഹം വേണം പറയുന്നത്. പക്ഷെ ഇതൊന്നും അല്ല മക്കളെ. ഇവരെല്ലാം തന്നെ ഒരു കാര്യം അവർക്ക് ജീവിക്കാൻ വേണ്ടി അവരെ നമ്മളൊക്കെ ഉപയോഗിക്കുകയാണ്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ദേ ആർ യൂട്ടിലൈസിങ് അസ് ടു ജസ്റ്റ് അതിനെന്താ അവരൊരു ഈ പറഞ്ഞ മുസ്ലിമിനെയും അവരിലേക്ക് തുടങ്ങി. ഈ പറഞ്ഞ സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ മുസ്ലിം രാജാക്കന്മാർ പറഞ്ഞപ്പോൾ അവരുടെ മന്ത്രിമാരാരൊക്കെയായിരുന്നു? അക്ബറിൻ്റെ മന്ത്രിമാരാരൊക്കെയാണ്? പറ. ബീർബൽ. പിന്നെ ഒരുപാട് ആൾക്കാർ ഇതുപോലത്തെ ആൾക്കാരെല്ലാം തന്നെ എടുത്താണ്. അതുപോലെ അയാളുടെ ഇതായിട്ടുള്ള ആൾക്കാർ ഈ പറഞ്ഞ ഹിന്ദുക്കളായ ആൾക്കാരായിരുന്നു. ഇത് രാജാക്കന്മാർ. അന്നൊരു തന്നെ 2-3 ഇവരെ കല്യാണം കഴിച്ച് രജപുത്ര സ്ത്രീകളെ കല്യാണം കഴിച്ചിട്ട് അതിലൊരാളാണ് മാരാണ് ജഹാംഗീർ. എന്താ ഇവർക്ക് അത് ഒപ്പോസ് ചെയ്യാറില്ലേ? പറ. അവർ സ്ത്രീകളെ പോലും രക്ഷിക്കാൻ കഴിവില്ലാത്ത ഒരു ഈ പറഞ്ഞ അതാണ് ഇവിടുത്തെ ഈ പറഞ്ഞ സംഗതി. അതിനുശേഷം എന്താ സംഭവിച്ചത്? ഇവിടെ ഇവർ വന്നു. കാര്യം മുസ്ലിങ്ങൾ മുഗളന്മാരുടെ ഭരണം നടന്നു കഴിഞ്ഞപ്പോൾ അതിനുശേഷം എന്താ കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ എന്താണ് പോർച്ചുഗീസുകാർ വന്നു. ആര്? നിങ്ങളെ പോർച്ചുഗീസ് ഇപ്പോൾ നിങ്ങളുടെ ഭൂമിയിലെ പഠനം ഇത്തരമുള്ളൊരു ഇതാണ്, ദ്വീപാണ്. നമ്മുടെ കേരളത്തിൽ ഇത്തരം വരുമെന്ന് എനിക്ക് സംശയമാണ്. ആ ആൾക്കാർ വന്ന് നമ്മളെ ഇവിടെ എന്താണ് കാപ്പാട് വന്നിറങ്ങി ഈ പറഞ്ഞ രീതിയിൽ അവർ ബിസിനസ് തുടങ്ങി, അത് തുടങ്ങി, ഇത് തുടങ്ങി. അവസാനം തൊട്ട് അവരോട് 1-2 രാജ്യം ഉണ്ടാക്കി. നമ്മുടെ ഈ പറഞ്ഞ രീതിയിൽ ഗോവ, ദാമൻ ദിയു ഇതിലൊക്കെ ഇവർ ഈ പറഞ്ഞ രീതിയിൽ അവരടിച്ചു മാറ്റി അവിടെ മരിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് ഒരു കപ്പലിൽ എത്ര പേര് വന്നു കാണും? എത്ര കപ്പൽ ഇപ്പോൾ എന്താണ് ഈ പറഞ്ഞ ആരുടെ പേരെന്താണ്? മുഹമ്മദ് ഏതാണ് വാസ്കോഡ ഗാമ. എത്ര കപ്പലും ഉണ്ടായിക്കണം? 8-10 വന്നെന്ന് തന്നെ വിചാരിച്ചു. അപ്പോൾ എത്ര പേര് മാക്സിമം ഒരു കപ്പലിൽ എത്ര പേര് കയറും?
കഷ്ടിച്ചെനിക്കൂടെ ഈ 10-50 പേര് വേണം കയറിയെന്ന് വരണം. അങ്ങനെ തന്നെ എന്തൊരു 40 ഇതിലാകുമ്പോൾ ഒരു 200 പേര് കാണും. ആ 200 പേര് വന്നിട്ട് ഇവിടെ ഒരു സാമ്രാജ്യം അവരുടേതായ രാജ്യം ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. അന്ന് നമ്മുടെ ഈ പറഞ്ഞ ഒരു തീരദേശത്തുള്ള മത്സ്യത്തൊഴിലാളികൾ, അതായത് ഇവർ ഈ പറയുന്ന വേറെ അരയന്മാരും ആലുവന്മാരെന്ന് പറഞ്ഞ ആൾക്കാർ ഈ പറഞ്ഞ പോലെ പങ്കായി എടുത്ത് അടിച്ചതെങ്കിൽ അവരടിച്ച് പൊട്ടിക്കായിരുന്നില്ലേ? എന്തുകൊണ്ട് അവരടിച്ചില്ല? കാരണം അവർക്ക് അതിനുള്ള അവകാശമില്ല. അത് പഠിപ്പിച്ച് വെച്ചേക്കാണ്. അത് ചെയ്യേണ്ട ആരാണ്? ബ്രാഹ്മണ ക്ഷത്രിയനാണല്ലേ ചെയ്യേണ്ടത്. ക്ഷത്രിയ എന്താ ചെയ്യണം? ഒരു ക്ഷത്രിയം ചെയ്തില്ല. ക്ഷത്രിയൻ ഇവർ പറയണൊക്കെ ചെയ്തു കൊടുത്തു. എന്നിട്ട് അവരിവിടെ ഭരിച്ചു. അതിനുശേഷം ഡച്ചുകാർ വന്നു. നമ്മുടെ കൊച്ചി ഇല്ല അവിടെ വന്നിട്ട് ആ കൊച്ചിയിൽ ആ രാജാവ് അവർക്ക് അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുത്തു. അവിടെ ഫോർട്ട് കൊച്ചിയിലുള്ള കെട്ടറകൾ ആരുടെ കെട്ടറകളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ പറഞ്ഞ ഡച്ചുകാരുടെ പോർച്ചുഗീസുകാരുടെ പെട്ടകൾ ഭാസ്കോയുടെ ശരീരം അവിടെ തന്നെ, ബോഡി അവിടെ തന്നെ സൃഷ്ടിച്ചേക്കണമെന്ന് പറയണം. പോർച്ചുഗീസുകാരുടെ എന്താണ് ഡച്ചുകാരുടെ ഒരു ഇതുണ്ട്, അവിടെ കൊട്ടാരമുണ്ട്. അവിടെ നല്ല പടകളക്കാർ ചോദിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു? കാരണം ഇവിടുത്തെ ആൾക്കാർ അവർ നിഷ്ക്രിയരാക്കി. ആര്? ഈ പറഞ്ഞ സനാതന ധർമ്മം. നിനക്കതൊരു അവകാശമില്ല, നീ അങ്ങനെ നടക്കരുത്, നിനക്ക് ദൈവം ഇതല്ല തന്നിരിക്കണ, നീ പറഞ്ഞ രീതിയിൽ കഷ്ടപ്പെട്ട് ജീവിക്കാനായിട്ടും അധിച്ചിട്ടുള്ളതാണ് ആ ചിന്തയാണ് ഇന്ന് നിങ്ങൾ കൊണ്ടു നടക്കണേ. ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പം ഈ പറഞ്ഞ ആ ഇരുട്ടിൽ നിന്ന് ഉണരണം. ഇത് പഴയ കാലമല്ല, ഇത് ശാസ്ത്രവും സാങ്കേതികവും വളരെ എളുപ്പത്തിക്കറിയും. മൊബൈൽ വഴി എന്തെല്ലാം കാര്യങ്ങൾ നമുക്കറിയാം. ആ മൊബൈലിൽ നിന്നിപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് അടിച്ചത് ആരൊക്കെ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് തിരിച്ചറിയാം. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് സ്വാധീനിക്കാൻ പറ്റുന്നുണ്ട്. ഈ കാലത്ത് ഈ പറഞ്ഞ കഥകൾ നിങ്ങൾ വിശ്വസിക്കണം. വൈ ഡോണ്ട് യു ത്രോ അവേ ഓൾ ദീസ് നെഗറ്റീവ് തോട്ട്സ്? ശ്രീധാരണ ഗുരു പഠിപ്പിച്ച, പക്ഷെ അത് ആരും ഇത് ചെയ്യുന്നില്ല. ശ്രീധാരണ പറഞ്ഞ എന്താണ്? നിങ്ങൾ ഈ പറഞ്ഞ അമ്പലങ്ങൾ ക്ഷേത്രങ്ങൾ എന്താ ചെയ്യേണ്ട? വിദ്യാസ്ഥാപനങ്ങളും കരിയറായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കുമെന്ന് പറഞ്ഞാൽ അതല്ലേ ശരി? നിങ്ങളത് ആലോചിച്ച് നോക്ക്. ഈ ഓരോ വർഷവും ഇപ്പം നിങ്ങൾ അമ്പലങ്ങളിൽ എന്താ ചെയ്തുകൊണ്ടിരിക്കണം? ഈ പറഞ്ഞ പൂജയും മന്ത്രവും തന്ത്രവും എന്ന് പറഞ്ഞാൽ എത്ര കോടി രൂപയാണ് ചിലവാക്കണം. ആ കോടി രൂപ ഇപ്പം എന്താണ് ദാരിദ്ര്യം കഷ്ടപ്പെടാം. ആ കോടി രൂപ ഈ പറഞ്ഞ രീതിയിൽ നമ്മളെല്ലാ ആൾക്കാരും ഈ പറഞ്ഞ എടുത്ത ആ പൈസ എടുത്തിട്ട് ശരിക്കൊന്ന് പ്ലാൻ ചെയ്ത് ഒരു കുടിൽ വ്യവസായമോ അല്ലെങ്കിൽ ഇപ്പം ഈ പറഞ്ഞവരെ ഈ ട്യൂബറൊക്കെ ചെയ്യണ പോലെ വൈ ഡോണ്ട് യു ഡു ദാറ്റ്? ഇപ്പം ഇവിടെ തന്നെ മത്സ്യ ആൾക്കാർക്ക് ഒരു വരുമാന മാർഗമാണ്. എന്നിട്ട് എന്താ ചെയ്യണം? അത് ഈ പറഞ്ഞ പോലെ ഒരു ആൾക്കാർ ഡെലിവറി ചെയ്യും. ആര്? വിദേശത്തു നിന്നുള്ള ആൾക്കാർ ഓൺലൈൻ വഴി ഡെലിവറി ചെയ്യും. എവിടുത്തെ സാധനം? ഇന്ത്യയിലെ കേരളത്തിലെ സാധനം കേരളത്തിലെ ആൾക്കാർക്ക് ഡെലിവറി ചെയ്യണം. ആര്? ഈ പറഞ്ഞ മാതിരി യൂബറും ഗീബറും മറ്റേ പറയും ഓലയും കൂലൊക്കെ കൂടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൈ കാൻഡ് യു ഡു ഇറ്റ് യുവർ സെൽഫ്? ഇപ്പം നിങ്ങൾ ഇവിടുത്തെ ഒരു ഇതാണ്. ഇപ്പം സാധാരണ ഇവിടെ ഒരുപാട് തൊഴിലാളികളുണ്ട് ഇല്ലേ? ഇപ്പം ഇവിടെ നമുക്ക് ഒരു കാര്യം പോലും എല്ലാം നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ വേറെ ഇതൊന്നും കൊണ്ടുവരണ്ട. ഏതെങ്കിലും ഭക്ഷ്യസാധനം ഉൾപ്പെടെ എന്തും നമുക്ക് ഉണ്ടാക്കാൻ പറ്റണില്ല. കാരണം നമ്മളിൽ ഉണ്ടാക്കിയ ജാതി ചിന്തകളാണ്, നെഗറ്റീവ് ചിന്തകളാണ്, അനൈക്യമാണ്. നിങ്ങൾക്കറിയാമല്ലോ ഈ പറഞ്ഞ ഇതിൻ്റെ കഥകൾ എന്താണ്? ഈ രാമായണത്തിൻ്റെ കഥ എന്താണ്? തമ്മിലടിച്ചല്ലേ? ചേട്ടനിമാർ തമ്മിലടിച്ചല്ലേ? ആ പറഞ്ഞവർ ശ്രീരാമനോട് നാട് വിട്ടു പോരേണ്ടി വന്നത് പറ. ഈ സീതയെ കട്ടിക്കൊണ്ടുപോയ കാര്യം എന്താണ്? മറ്റേ ഇതാണ് കാര്യം. അവർ അവരുടെ ദശരഥൻ്റെ 3 ഭാര്യമാരും തമ്മിലുണ്ടായ ഇത് പ്രശ്നം. ഇതാണ് നമുക്ക് കാണിക്കേണ്ട മാതൃക. പറ. ഒരാൾക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ ഇതിന് വേണ്ടി അവരിൽ ഒന്നിച്ച് നിന്നാലല്ലേ കാര്യങ്ങൾ ഐക്യം ഉണ്ടാവുള്ളൂ, അന്നല്ലേ ഭാര്യമാരുണ്ടാവുള്ളൂ. ഇതല്ലേ ശരിയായ തത്വം. ആ തത്വം രാമായണം പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. മറിച്ച് എന്താണ്? വെറുപ്പ്, ഇത് ജാതി, മതം, ആ തന്ത്രങ്ങൾ, ഇതൊക്കെയാണ് അവർ ഇവിടെ പഠിപ്പിക്കുന്നത്. ഇത് വിശ്വസിച്ചിട്ട് നിങ്ങൾ രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? നിങ്ങളത് ആലോചിച്ചൊക്കെ. ഇപ്പോൾ ഇവിടുത്തെ ഒരുപാട് ഭൂമി വെറുതെ വേസ്റ്റായിട്ട് കിടക്കുക. നമ്മളെ ഈ പറഞ്ഞ ആൾക്കാർ ഈ പിന്നെ പട്ടികജാതിക്കാർ കുറേ സംഘടിപ്പിച്ചിട്ട് അവരുടെ ഫണ്ട് തന്നെ എടുത്തിട്ട് വയനാട് വീട് ഇതൊക്കെ അവിടെ കൃഷി ചെയ്ത് അവിടെ നിന്ന് എന്തുകൊണ്ട് ഈ നാട് മറ്റേ ഇതൊക്കെ ഉണ്ടാക്കിക്കൂടാ? ഈ തമിഴ്നാട്ടിൽ നിന്ന് ഉണ്ടാക്കണം, തമിഴ്നാട്ടിൽ നിന്ന് മേടിക്കണം. ആ സംഗതി എന്തുകൊണ്ട് നമുക്ക് ഉണ്ടാക്കി നമുക്കിവിടെ ജീവിക്കാൻ പാടില്ല? കാരണം യു ഡോണ്ട് തിങ്ക് ദാറ്റ് വേ. നമ്മൾ ഏതൊരു തലയിലെടുത്താണ് ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ തലയിലെടുത്തല്ല, ഈ ജ്യോതിഷവും മറ്റൊരു തട്ടിപ്പാണ്. കാരണം നമ്മൾ അന്ധവിശ്വാസം അടക്കാൻ വേണ്ടി ഉണ്ടാക്കിയ മറ്റൊരു ടൂളാണ് ഈ പറഞ്ഞ ജ്യോതിഷം. നിങ്ങളത് ആലോചിച്ച് നോക്ക്. ഈ പറഞ്ഞതെല്ലാം അത് നിശ്ചയിക്കുന്നത് ആരാണ്? ആ ഗ്രഹങ്ങൾ. ഏത് ഗ്രഹം? നവഗ്രഹങ്ങൾ. ഏതൊക്കെയാണ് ഗ്രഹം എന്നറിയാമോ? നമ്മളെ ഈ പറഞ്ഞ ചൊവ്വയും വെള്ളിയും ഇതൊക്കെ കൂടാതെ ആരാണ്? ഇത് രാഹു ഒക്കെ ചെയ്തു.
ആർക്കെങ്കിലും ഈ രാഹു എന്ന് പറഞ്ഞ സാധനത്തിനത് നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഇല്ല. രാഹു എന്ന് പറഞ്ഞ ഒരു ഇതേ അല്ല, ഒരു നിഴല, സൂര്യൻ്റെ അല്ല ഈ പറഞ്ഞ പോലെ ഭൂമിയുടെ ഇതിൻ്റെ നിഴൽ വീടാണ് ഗ്രഹണ സമയത്ത് കേതു ചാവും. എന്നിട്ട് അതും വിശ്വസിച്ച് ഇപ്പോഴും ഈ പറഞ്ഞ ആര് ഏറ്റവും തമാശല്ല ഈ ISRO അവരുടെ ഇത് കണക്കുമ്പോഴും ഇത് നോക്കിയിട്ടാണ് നടക്കണമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഏത് ഗ്രഹം നില നോക്കിയിട്ടാണ് അത് ശരിയാണ് ആ സമയം ഒക്കെ നിശ്ചയിക്കണം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇത് ഈ അന്ധവിശ്വാസം ഇങ്ങനെ കിടക്കണം. ഇപ്പം ഓപ്പണല്ലേ വണ്ടി പറഞ്ഞവർ ബ്രാഹ്മണർ ബ്ലോക്ക് ചെയ്യാൻ, നീ അത് വായിക്കാൻ പാടില്ല. ഇപ്പം ഇതാണ് യു ക്യാൻ അവൈലബിൾ. ഈ പറഞ്ഞ എല്ലാ അറിവും നിങ്ങൾക്ക് ഈ പറഞ്ഞ ഓൺലൈനായിട്ട് കിട്ടും. പക്ഷെ അതിൽ അന്ധവിശ്വാസങ്ങളാണ് കൂടുതലായിട്ട് ഇവിടെ പഴപ്പിക്കുന്നത്. ഇപ്പോഴത്തെ ഇപ്പോഴും നോക്കി ഈ പറഞ്ഞ ഈ മാധ്യമങ്ങളിൽ എന്ത് വഴിയാണ് കാണിക്കുന്നത്? ഈ പറഞ്ഞ രീതിയിൽ അശ്വതി ഭരണ കാർത്തികയുടെ വാരഫലം എന്ത് പൊട്ടത്തരി കാണിക്കും. എന്നിട്ട് ഇപ്പം ഈ പറഞ്ഞ സംഗതി എല്ലാം തന്നെ ഈ അന്ധവിശ്വാസത്തിൽ കുടുങ്ങിയാണ് നമ്മൾ നശിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് മുക്തി നേടണം. അതിനുള്ള വഴിയാണ് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ അന്വേഷിക്കേണ്ടത്, കണ്ടെത്തിക്കേണ്ടത്. അപ്പോൾ ആദ്യം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ ഇത് അടിച്ചപ്പോഴും ജാതിയാണ് നിങ്ങളുടെ നാശം. ആ ജാതി എന്തിനൊക്കെ തലക്കേറ്റ് നടക്കണം പറ. അന്ന് ഈ പറഞ്ഞ ശ്രീരാമനെ കൊള്ള സമയത്ത് ആൾക്കാർക്ക് വാളുകൊണ്ട് യുദ്ധം ചെയ്യാനാണ് കഴിവുള്ളതെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മളല്ലേ അവകാശികൾ, നമ്മളല്ലേ വോട്ടവകാശം. ഇപ്പം ഭരിക്കണ ആരാണ്? നമ്മൾ പറയാൻ തീർക്കണമാണ് ഇവരൊക്കെ ജയിക്കണത്. ഇപ്പം ഞാൻ നടത്തി ഇപ്പം ഇതിനെപ്പറ്റി ഇത് നടത്തി. ഇപ്പോൾ ബീഹാറിൽ സെൻസസ് നടത്തി. ആര്? അത് നമ്മുടെ നിതീഷ് കുമാർ. എന്നിട്ട് എന്താ കണ്ടാൽ അവിടെ 10-15% ഇല്ലാതെ വെറും തട്ടിപ്പ. 10% മാത്രം ഈ പറഞ്ഞ ഈ സവർണനെന്ന് ഇവർ പറയുന്ന ആൾക്കാരുള്ളു. ബാക്കി 90% ഒരു 5% ഈ പറഞ്ഞ വിദേശികളായ കുറേ ആൾക്കാരോട് അവരുടെ മക്കളും മരുമക്കളൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ മുസ്ലിം മുഗളന്മാരും ബാക്കി എല്ലാ ആൾക്കാരും 80% ഇന്ത്യൻ പോപ്പുലേഷൻ SC ST OBC ആണ്. ഇത് ആലോചിച്ച് നോക്കും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണം? അപ്പോൾ വാസിൽ ആരാണ് ജയിക്കേണ്ടത്? ഭരണത്തിൽ നിൽക്കേണ്ടത് ആരാണ്? SC ST OBC അല്ലേ? പറ. നിസ്സാര കാര്യമല്ലേ? വളരെ സിമ്പിളായൊരു തോട്ടാണത്. SC ST OBC ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർക്ക് അങ്ങനെ പങ്കിട്ട് കൊടുക്കാം, പ്രൊപ്പോർഷൻ വെച്ച്. എന്തേ നമ്മളല്ലേ വോട്ട് ചെയ്യേണ്ടത്? നമ്മൾ വോട്ട് ചെയ്താൽ നമ്മൾ ജയിക്കില്ലേ? നമ്മൾ ജയിച്ച് രാജ്യം ഭരിക്കാൻ പാടില്ല. പറ. എത്ര നിസ്സാര കേസാത്? എന്ത് അസാധ്യം എന്ന് പറഞ്ഞ് ഇറക്കണം? നിങ്ങൾ തലയെടുത്ത് പറഞ്ഞ് ഇറക്കണം. വൈ കാണ്ട് യു ഫോം എ പൊളിറ്റിക്കൽ പാർട്ടി? നോക്ക്, എവിടെയൊക്കെ പറഞ്ഞാൽ 85% ഹിന്ദുക്കളുള്ള സ്ഥലമാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യ കേരളത്തിലെ കണക്കൊന്നും എടുത്ത് നോക്ക്. 45% SC ST OBC ആണ്. ബാക്കിയൊക്കെ ഇവർ പൂർത്തി വെച്ചിരിക്കുകയാണ്. ആരും അറിയിക്കുന്നില്ല. ഹിന്ദുക്കൾ 55% ഉണ്ടെന്ന് പറയണം. ആ ഹിന്ദുക്കളുടെ കണക്ക് അവർ സൂക്ഷിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ശക്തി അറിഞ്ഞാൽ നമ്മൾ വല്ലതും പ്രതികരിച്ചാലോ? പറ. പക്ഷേ ഇവിടെ ഭയങ്കര ജാതി ചിന്തയാണ് നമ്മുടെ ആൾക്കാർ. മറ്റേ യൂണിയൻ, ആ ജാതി യൂണിയൻ, ധീവര മഹാസഭ, മറ്റേ സഭ, മറിച്ച സഭ, വിശ്വകർമ്മ, കുന്തം കുഴച്ചക്കർ, എന്തിനു ഈ സഭകൾ? ഈ ആൾക്കാരുണ്ടാക്കാൻ ചതിയിൽ ഇപ്പോഴും നമ്മൾ തുടരണം. ഈ പറഞ്ഞ കൂർഗന്മാരെന്ന് പറയണ ഈ പറഞ്ഞ ആൾക്കാർ, ഈ പറഞ്ഞ ശകുനികൾ ഇന്ത്യയിൽ എത്തുന്നവരെ ഇവിടെ ജാതി ഇല്ലായിരുന്നു. വൈ ഡോണ്ട് യു ത്രോ അവേ? വൈ കാൻ വി ഇന്ററാക്ട് ആൻഡ് കം ടുഗദർ ആൻഡ് സ്റ്റാൻഡ് ടുഗദർ? അപ്പോൾ നിങ്ങൾ 45% നമ്മൾ ഒന്നിച്ച് സ്ഥാനാർത്ഥി 140 അസംബ്ലി സീറ്റ് ഉണ്ട് കേരളത്തിലില്ലേ? 140 അസംബ്ലിയില്ലേ? 140 നമ്മൾ പങ്കിട്ടെടുത്താല. അപ്പുറത്ത് ക്രിസ്ത്യാനികൾ 18%, 16% ഉണ്ട്. മുസ്ലിങ്ങൾ 26 ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ ഇവർ കുറച്ച് ആൾക്കാരുണ്ട്, നായന്മാർ. ബാക്കി ഇവിടെ ബ്രാഹ്മണൻ കീഴ്വണമൊന്നും ഇല്ല. ക്ഷത്രിയന് കുത്തു കൊടുത്ത് ഇവിടെ ഒരിക്കലും ഉണ്ടായിട്ടില്ല അവർ. ഇതൊക്കെ വെറും കള്ളക്കഥകളാണ്. ഇവിടുത്തെ നമ്പൂരിമാർ നിൽക്കാറുണ്ട്, കറുത്ത നിറക്കാരാണ് കൂടുതൽ. അതെങ്ങനെ അവർ ഇവിടുത്തെ ആൾക്കാരെ വന്നിട്ട് അവരെ ഇങ്ങനെയോ ഏതോ ഇതിൽ കൂടി നമ്പൂതിരി എന്ന് പറഞ്ഞ് നടക്കുകയാണ്. അതുപോലെ തമിഴ്നാട്ടിലെ ഈ പറ അയ്യർ ഒക്കെ ആരാണ്? പറ. അവർ ആരും അല്ല, അവർ ആ നാട്ടുകാരാണ്. എന്നിട്ട് അവർ ഈ പറഞ്ഞ പുള്ളൂരിട്ട് ഞങ്ങൾ വലിയ പുള്ളിയാണെന്ന് പറഞ്ഞ് നടക്കുകയാണ്.